അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം ഒരുക്കി വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമണിയോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം ഒരുക്കി വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമണിയോടെ. അതെ, ലോകത്തിലുള്ള ആരെയും കുളിരണിയിക്കുന്ന പദമാണ് അമ്മ. അമ്മ എന്ന് കേട്ടാൽ ഹൃദയം തണുക്കാത്ത ആരും ഉണ്ടാകില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അമ്മ നൽകുന്ന സ്നേഹവും അമ്മയുടെ വാത്സല്യവും അമ്മയുടെ കരുതലും കാരുണ്യവുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്റെ ജീവിതത്തിലും അതെ, എന്റെ അമ്മ നൽകിയിട്ടുള്ള സ്നേഹവും കരുതലും എന്നും എന്റെ ഹൃദയത്തെ ഏറെ കുളിർമയണിയിക്കുന്നതാണ്. ആ അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മയെയും എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി വിദ്യാലയ അങ്കണത്തിലേക്ക് പ്രവേശിച്ച ആ ദിവസത്തെ പറ്റി ഞാൻ ഓർക്കുകയാണ്. ആ വിദ്യാലയത്തിന്റെ ചാപ്പലിലേക്ക് കയറി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി എന്റെ അമ്മ എന്റെ കാതിൽ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: ഇതാ നിന്റെ അമ്മ, ഇനി മുതലേ മോൾക്ക് ഈ അമ്മയായിരിക്കും കൂട്ടിന്. ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഇന്നും എന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ സമർപ്പണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ സ്നേഹവും കരുതലും ഏറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആപത്തിൽ വീഴാതെ പാപത്തിൽ വീഴാതെ എന്നെ എന്നെന്നും നിർമ്മലയായി കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മാതൃകയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്: ഇതാ നിന്റെ അമ്മ. തന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അമ്മയെ ലോകത്തിന് നൽകിക്കൊണ്ട് തനിക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായി അമ്മയെ നൽകിക്കൊണ്ട് ഈശോ നമ്മളെയെല്ലാം ആ കാപ്പയ്ക്ക് കീഴെ ചേർത്ത് പിടിക്കുകയാണ്. ആ സ്നേഹവും കരുതലും ഇന്നും എന്നും എന്റെ ജീവിതത്തെയും നയിക്കുന്നുണ്ട്. എന്റെ നവസന്യാസ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിക്കാനും ആ സ്നേഹവും വാത്സല്യവും എല്ലാം അനുഭവിക്കാനും എനിക്ക് പ്രേരക ശക്തിയായിട്ടുള്ളത്. അന്നു മുതൽ അമ്മയുടെ കരം പിടിച്ച് എന്നും പ്രഭാതത്തിൽ ഉണർന്നാൽ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായി എന്നെ സഹായിക്കണേ എന്ന ഒരു പ്രാർത്ഥന, സ്നേഹത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന എന്നും എന്റെ ഹൃദയത്തിൽ നിന്ന് ഉണരാറുണ്ട്. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളിലെല്ലാം പെടുമ്പോൾ പെട്ടെന്ന് തന്നെ എന്റെ അമ്മയെ എന്ന ഒരു ചിന്തയോടുകൂടെ പരിശുദ്ധ അമ്മയെ ഓർക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. ആ അമ്മയുടെ സ്നേഹവും കരുണയും തന്നെയാണ് തുടർന്നും എന്റെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. എത്രയും ദയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു, എന്നുടെ നിഴലായി നിത്യ സഹായം മാതാവിന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളു തരിയും അമ്മച്ചിയും നിന്നെ അണിയിച്ചു. മാതാവിന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞി വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. ബാല്യം മുതലേ സ്വീകരിച്ച ആ അമ്മയുടെ സ്നേഹവും ആ അമ്മയോടുള്ള മാതൃഭക്തിയും ഇന്നും ആഴപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ കൂടുതൽ മനുഷ്യരോട് കാരുണ്യത്തോടു കൂടെ പെരുമാറുവാൻ അമ്മയുടെ മാതൃക എനിക്കും പ്രചോദനമാകുന്നുണ്ട്. എലിസബത്തിനെ തന്റെ ആവശ്യത്തിലിരിക്കുന്ന സഹോദരിയിലേക്ക് ഓടിയെടുക്കുന്ന പരിശുദ്ധ അമ്മയെ പോലെ ആവശ്യക്കാരിൽ നിന്ന് കണ്ണുതിരിക്കാതെ നടക്കുവാൻ പരിശുദ്ധ അമ്മ എനിക്കെന്നും പ്രചോദനമാകുന്നുണ്ട്. ആ അമ്മയുടെ മാധ്യസ്ഥവും മാതൃകയും നിങ്ങൾക്കും ബലം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഈ ജപമാല മാസത്തിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുന്നു.